ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു സാറ്റർഡേ വ്ളോഗ് എടുക്കാനുണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കായിരുന്നു. കാരണം വേറൊന്നുമല്ല, കുറച്ച് ദിവസങ്ങൾ അവർക്ക് അവധിയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ അവധി പ്രമാണിച്ചിട്ട് ഇന്ന് സാറ്റർഡേ ക്ലാസ് വെച്ചേക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വൈകിട്ട് ഈവനിങ്ങിന് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീടിൻ്റെ അകത്തിരുന്നപ്പോൾ പെട്ടെന്ന് കുറേ പൂച്ചകളൊക്കെ കൂടി കടിപിടി കൂടി ആകപ്പാടെ ബഹളമായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഈയിടെയായിട്ട് പുറത്തുനിന്ന് കുറേ പൂച്ചകളൊക്കെ കാട്ടുപൂച്ചകളൊക്കെ കേട്ടോ വരുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഈ കാട്ടിലെ സിംഹം, പുലി അതുപോലത്തെയൊക്കെ ലുക്കാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. പിന്നെ അതേ എൻ്റെ ക്യാസ്ക്ലോ പ്ലാന്റൊക്കെ അത് ഇത്രയും വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മേടിച്ച് വെച്ചത്. ഇപ്പോൾ അത്യാവശ്യം ഗ്രോവൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഒത്തിരി വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ക്യാസ്ക്ലോ പ്ലാന്റൊക്കെ വെച്ചിട്ട് നല്ല ഫ്ലവറിങ് ഒക്കെ ആയിട്ട് നിൽക്കണം കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നേ തുടങ്ങിയുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ആ പ്ലാന്റ് മേടിക്കണമെന്നുള്ളത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഓർക്കിഡൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഓർക്കിഡ് ഉണ്ടോ, ഇത് ഒരു വയലറ്റ് കളറാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കൊലകൾക്കൊന്നും വലിയ ലെങ്ത് ഒന്നുമില്ല. എൻ്റെ വളപ്രയോഗത്തിൻ്റെ ആണോ എന്നറിയില്ല. ആ കൊലകളൊന്നും വലിയ നീളം വയ്ക്കാറൊന്നുമില്ല. ഞാനുണ്ടല്ലോ എൻ്റെ പോട്ടെന്ന് പറയുന്നത് ഈ വലിയ ഹോൾസുള്ള പോട്ട്സാട്ടോ വെച്ചേക്കണേ. അപ്പോൾ ഈ വലിയ ഹോൾസുള്ള പോട്ട്സ് വെക്കുമ്പോൾ അതിൽ വലിയ കാര്യമായിട്ട് ഈ വളപ്രയോഗങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുമല്ലോ. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ ഒരു 4-5 വെറൈറ്റി ഉള്ളൂ കേട്ടോ. പക്ഷേ ഉള്ളത് ഞാനിങ്ങനെ വച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഞാൻ ആ പൂച്ചയുടെ പുറകെ പോകാമായിരുന്നു കേട്ടോ. പൂച്ചകളാണെങ്കിൽ എന്നെ കണ്ടതോടുകൂടി അങ്ങോട്ട് ആ ഏരിയ വിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു കേട്ടോ. പനിയൊക്കെ മാറാൻ എളുപ്പമാണ്, അത് പെട്ടെന്ന് അങ്ങോട്ട് മാറും. പിന്നെ അനുബന്ധിച്ചുള്ള ക്ഷീണം മാറാനാണ് പാട്. പിന്നെ പനിയാന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ അകത്തിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പകുതി ക്ഷീണം അങ്ങനെ മാറുക. പിന്നെ അതേ എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് റീസെൻ്റ്ലി എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സന്ധ്യയാകുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ലീഫൊക്കെ ഒന്ന് ചുങ്ങി മടങ്ങാനൊക്കെ തുടങ്ങും കേട്ടോ. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ അതിൽ ചെറിയ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് മൈ ഫേവറേറ്റ് പ്ലാന്റ് കൂടിയാണ് കേട്ടോ. നല്ല ക്യൂട്ട് കളറും ഒക്കെയാണ്. അപ്പോൾ ഞാനതിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ അത് എൻ്റെ കയ്യിലുള്ള ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഞാൻ ക്യാഷ് കൊടുത്തൊന്നും മേടിച്ചതല്ല. പക്ഷേ നഴ്സറികളിൽ നല്ല വിലയാണ് കേട്ടോ. ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വയ്ക്കുന്നവർ നല്ല ക്യാഷൊക്കെ കൊടുത്തിട്ട് നഴ്സറികളിൽ നിന്ന് മേടിച്ചു കൊണ്ട് പോകുന്നുണ്ട്. എനിക്കിത് കിട്ടിയത് ഈ അടുത്തുള്ള പറമ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു പോട്ടിൽ വെച്ചതുകൊണ്ടാണ് ഇതിൻ്റെ ലീഫൊക്കെ ചെറുതായിട്ട് ഈ കാക്കിരി കൂക്കിരി പിടിച്ചിരിക്കുന്നത്. വലിയ പോട്ടിൽ വയ്ക്കാറുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഈ ആനയുടെ ചെവിയില്ലേ, മുറം പോലെ ഇരിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. ഇതിനെന്തോ പേരൊക്കെ ഉണ്ട്, അത് കറക്റ്റായിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷേ നഴ്സറികളിലൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഞാൻ ഈ പുറത്തേക്ക് പൂച്ചകളെയൊക്കെ നോക്കി ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ വെറുതെ ഷൂട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് പനിയാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വീടിൻ്റെ അകത്ത് അടച്ചു കൂട്ടിയിരിക്കുമ്പോഴല്ലോ നമുക്ക് എന്തോ പോലെ ഈ ചാത്തൻ കയറുന്ന പോലെയാണ്. എന്തൊക്കെ ക്ഷീണവും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം. ഇപ്പോൾ ഇതേ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരവരുടെ കളികളിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് മാറിയില്ല. പിന്നെ അതേ നമ്മൾ ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ അവലാട്ടോ എടുത്തിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ഇരിക്കുന്ന ഒരു സാധനമാണ് അവൽ. അപ്പോൾ ഞാൻ അവലുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അവൽ നനയ്ക്കും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് രാവിലെ വിളയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കുമെന്ന് ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഈ അവലുണ്ടാന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പലരും അവൽ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ കുറച്ചും കൂടി സ്പെഷ്യലായിട്ടാണ് ഇന്നത്തെ അവലുണ്ട ഉണ്ടാക്കുന്നത്. ആരൊക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുമെന്നുള്ളതിൽ ഒരു തർക്കമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഇതിൽ ചേർക്കുന്നത് നെയ്യിലാട്ടോ ഞാൻ ഇന്ന് അവലുണ്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു റിച്ച് ലെവൽ ഓഫ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു തേങ്ങയൊക്കെ പൊതിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3/4 തേങ്ങയോളം ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് നെയ്യിൽ ക്യാഷ്യൂ നട്ട്സ് കിസ്മിസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നെയ്യിൽ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എത്രത്തോളം നെയ്യ് ഉപയോഗിക്കാവുന്ന അത്രത്തോളം ടേസ്റ്റിന് കൂടും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കിസ്മിസ് ഇട്ടിട്ട് ക്യാഷ്യൂ നട്ട്സ് ഇട്ടു കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് കോരി വെച്ചു. എന്നിട്ട് ആ നെയ്യ് എടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ നെയ്യ് ഇനി ആവശ്യം വരും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് നെയ്യൊക്കെ ഒഴിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ ആ സെയിം പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. ഇതിലെ മെയിൻ താരം എന്ന് പറയുന്നത് ശർക്കര തന്നെയാണ്. നല്ല മധുരമൊക്കെ വേണമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള ശർക്കരയൊക്കെ ഞാൻ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ശർക്കരയൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം ഉണ്ടെന്ന്
മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. ഏകദേശം ഒരു അരയോളം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വലിയ ശർക്കരയാണ്. അപ്പോൾ എൻ്റെ ശർക്കര ഉരുക്കിയെടുക്കാൻ ഇത്തിരി പാടാണ് കേട്ടോ. കാരണം ഞാൻ ഈ ശർക്കരയൊക്കെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വയ്ക്കും, ഈ ഉറുമ്പിനെ പേടിച്ചിട്ടേ. അപ്പോൾ അത് ഉരുക്കിയെടുക്കാൻ ഇത്തിരി പാടാണ്. എത്ര തല്ലിയാലും പൊളിച്ചാലും അതൊന്നിങ്ങനെ പൊട്ടിക്കിട്ടില്ല. അപ്പോൾ ഞാൻ ഉരുക്കിയെടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ ഇങ്ങനെ എടുത്ത് പോരാറുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇനി ശർക്കര അവിടെ ഇരുന്ന് ഉരുകണ ടൈം നോക്കി നമുക്ക് ഇവിടെ ഇരുന്ന് ജീരക ഏലക്കയൊക്കെ ഒന്ന് ചതച്ച് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ജീരകവും ഏലക്കയുമാണ് എടുത്തിരിക്കുന്നത്. ഏലക്ക ഒരു 4 ഏലക്കയോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കല്ലിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും അല്ല കേട്ടോ ഞാൻ പൊടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രൈൻഡർ യൂസ് ചെയ്യാത്തത്. പിന്നെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എല്ലാം കൂടി ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട്. അതായത് അവലിൽ എല്ലാ കൂട്ടുകളും ചേർത്തിട്ട് ലാസ്റ്റ് ഇത് ഉരുളയാക്കിയിടും. ആ ടൈപ്പിൽ എല്ലാം കൂടി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് ഈ ഏലക്കയും ജീരകമൊക്കെ ഒന്നും കൂടി പൊടിയുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ കല്ലിലിട്ടൊന്ന് പൊടിച്ചെടുക്കും. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി വേറെ വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. പൊതുവേ അവർ വെച്ച് ഇതുപോലെ അവലുണ്ട ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ വലിയ റിസ്ക് ഇല്ല, സിമ്പിളായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് കൂടി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ആവും. ഇനി നമ്മൾ ഉരുള കുത്തി, അതായത് ഉണ്ട കുത്തി എടുക്കില്ല. അപ്പോൾ ഉണ്ട കുത്തുമ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഉണ്ടയാക്കി എടുക്കാൻ പറ്റും. ചിലതൊക്കെ ഉണ്ട ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ പൊടിഞ്ഞൊക്കെ പോകും. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഞാനിങ്ങനെ കൺഫ്യൂഷനായിട്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നെ അതേ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് റെഡിയായി വരിക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കായിരുന്നു. ഞാൻ ലോ സിമ്മിലിട്ടാണ് ശർക്കര ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഉരുകി വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഞാനത് ഉരുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ശർക്കരപ്പാനിയുടെ നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഈ കെമിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അരിച്ചെടുക്കണം. പ്രോപ്പറായിട്ട് അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് പോകും. പിന്നെ ശർക്കര ഉരുക്കിയെടുക്കാനായിട്ട് ഞാൻ ശർക്കര ഇട്ടതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിച്ചില്ല. അതുകൊണ്ട് തന്നെ നല്ല തിക്ക് രൂപത്തിൽ ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ ഇത് ലോ സിമ്മിൽ ഇട്ടിട്ട് എനിക്ക് ബാക്കി ജീരകവും ഇലക്കൊക്കെ ഒന്ന് ചതച്ചെടുക്കായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് നേരമൊക്കെ കഴിച്ച് കൂട്ടിയതാണ് കേട്ടോ. പൊതുവേ ഈ അവൽ വെച്ച് ഒരുപാട് റെസിപ്പീസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇവിടെ അവൽ വെച്ച് സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് അവൽ നനയ്ക്കും. അതായത് ഈ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നനച്ചെടുക്കും. അങ്ങനെ നനച്ചെടുക്കുമ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. എനിക്ക് ഈ അവൽ നനച്ച് കഴിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ തടയണ പോലെയാണ്. അപ്പോൾ എനിക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഞാൻ കഴിക്കുന്നത് അവൽ നനച്ചിട്ട് ഇങ്ങനെ ബ്ലാക്ക് ടീയിൽ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് റെസിപ്പീസോ കാര്യങ്ങളോ ഈ അവൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത് ഒരുപാട് ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ എന്താണെന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് മാലിന്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളാണെങ്കിലും ശർക്കര അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യട്ടോ. അതിൽ കുറേ കെമിക്കലും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത്, ചിലരൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കാണ്ട് വെറുതെ ശർക്കരപ്പാനി ഉരുക്കി അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ശർക്കരപ്പാനിയൊക്കെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരിച്ച് മാറ്റി വെച്ച ശർക്കരപ്പാനി തിരിച്ച് ആ പാലിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടിക്ക് തന്നെയാട്ടോ ശർക്കരപ്പാനി. ഇതിലേക്കായിട്ട് നാടൻ മട്ടവലാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പൊതുവേ നാടൻ മട്ടവലും മേടിക്കാറുണ്ട്. വൈറ്റ് അവലുണ്ടല്ലോ, അത് കുറച്ചും കൂടി നൈസായിരിക്കും. അത് വെച്ച് നനച്ച് കഴിഞ്ഞാലും കഴിക്കാൻ ടേസ്റ്റും ആയിരിക്കും, അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും. അത്രയും സോഫ്റ്റ് അല്ല കേട്ടോ ഈ നാടൻ മട്ടാവൽ, കുറച്ച് ഹാർഡാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ എന്തോ തൊണ്ടയിൽ തടയണ പോലെ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾക്കും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും പിള്ളേർക്കും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് വേറെ കുറേ വെറൈറ്റീസും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കാനും എളുപ്പമാണ്, നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും, അത് കഴിക്കാനും എളുപ്പമാണ് കേട്ടോ, ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ ശർക്കരപ്പാനിയിലേക്ക് നാടൻ മട്ടാവലും പിന്നെ ഞാൻ കുറച്ച് നാളികേരം ചുരണ്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3/4 പോർഷനോളം തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഏലക്കയും ജീരകവും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സ് കിസ്മിസും ഉണ്ടല്ലോ, അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വെച്ച നെയ്യ് ഞാൻ കുറച്ച് ബാലൻസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേറെ ഒന്നും എക്സ്ട്രാ ചേർക്കാനില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ആ ലോ സിമ്മിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തട്ടിപ്പൊത്തി കുറച്ച് നേരം ഞാൻ അങ്ങോട്ട് വെച്ചു കേട്ടോ. ഇനി വേറൊരു പരിപാടിയില്ല കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് ഉണ്ട കുത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ നെയ്യ് കുറച്ച് ചേർത്തിട്ടുണ്ട്. അതായത് കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തപ്പോൾ ബാലൻസ് മാറ്റി വെച്ച നെയ്യ് ഉണ്ടല്ലോ, അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി പൊടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളത് ഉണ്ട കുത്തി എടുക്കുമല്ലോ,
ഉരുളകളാക്കി എടുക്കുമ്പോൾ ആ ടൈമിൽ നമുക്ക് എക്സ്ട്രാ നെയ്യ് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ എക്സ്ട്രാ കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഉണ്ടയാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അതങ്ങനെ ഒട്ടും പൊടിഞ്ഞു പോവാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാച്ചാണ് കേട്ടോ ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ അരിയുണ്ടയൊക്കെ കഴിക്കുന്ന ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അതായത് അത് അരിയുണ്ട പൊടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പൊടിഞ്ഞിട്ടും ഉണ്ടാവും. എന്നാൽ ചെറിയ തരു തരൂ എന്നുള്ള രീതിയിലല്ല അതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അവലായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒറ്റ റൗണ്ടിൽ ഇങ്ങനെ പൊടിച്ചെടുക്കാനും പറ്റില്ല. ആദ്യത്തെ തവണ ഞാനിങ്ങനെ കറക്കി എടുത്തു. പിന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ തവണയും അതായത് ഫസ്റ്റ് ബാച്ച് തന്നെ ഞാൻ 2, 3 തവണയായിട്ടാണ് പൊടിച്ചെടുത്തത്. എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലിൽ പൊടിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. ആദ്യത്തെ ബാച്ചിലിട്ടത് എൻ്റെ നന്നായിട്ട് പൊടിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ബാച്ച് ഞാൻ ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചിലവർക്കുള്ള ഡൗട്ടാണ് ഈ അരിയുണ്ട, അവലോസുണ്ടയൊക്കെ സ്റ്റോർ ചെയ്യണ പോലെ ഇതും സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഡ്യൂറേഷൻ, കാലയളവ്, എത്ര കാലയളവ് വരെ സൂക്ഷിക്കാം എന്നുള്ളത്. അപ്പം ഞാൻ പറയുകയാണ്, ഇതൊരു 2 ആഴ്ച വരെയൊക്കെ കേടുകൂടാണ്ടൊക്കെ സൂക്ഷിക്കാം. ഞാൻ 2 ആഴ്ചയൊന്നും കേടുകൂടാണ്ട് സൂക്ഷിച്ചൊന്നുമില്ല കേട്ടോ. കാരണം ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവിടെ തീർന്ന ഒരു ഐറ്റമാണ്. അപ്പം നല്ല ടേസ്റ്റ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് അന്നത്തെ ദിവസം ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, നല്ല ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ദിവസം പെട്ടെന്ന് അങ്ങോട്ട് തീർന്നു പോകുമല്ലോ. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ മെയിനായിട്ട് ചേർത്തത് നെയ്യാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നെയ്യ് എത്രത്തോളം ചേർക്കാമെന്നോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചിലവർക്ക് ഈ അവലിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടപ്പെടില്ല. എനിക്കും അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഈ അവലൊക്കെ കഴിക്കുമ്പോൾ എന്തോ തൊണ്ടയിൽ നിന്ന് എന്തോ ഇറങ്ങാത്ത പോലെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ നെയ്യ് കുറച്ച് ചേർത്തതും അതുപോലെ തന്നെ അവസാനം ഞാൻ എല്ലാം കൂടി ചേർത്തിട്ട് ആ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തത്. അപ്പോൾ പൊടിക്കുമ്പോൾ നല്ല തരുതരുവൊന്നും കിട്ടുകയും ചെയ്യും. നെയ്യിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങൾക്ക് കിട്ടും. അത്രയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനി വേറെ ഒരു പരിപാടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി അത് ഉണ്ട കുത്തിയെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ഉള്ളത്. ഇത് നന്നായിട്ട്, അതായത് ഇനി മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ച് നമുക്ക് അഡീഷണലായിട്ട് നെയ്യ് ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേറെ പരിപാടി കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നെയ്യ് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഞാനിങ്ങനെ ഉണ്ടകളാക്കി എടുക്കുകയാണ്. അപ്പോൾ അറിയാമല്ലോ, നെയ്യ് ചേർക്കുമ്പോഴുള്ള ആ ഒരു പ്രത്യേകത, നല്ല ഉരുളകളായിട്ട് ഇങ്ങനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ മൂട്ട പോലത്തെ ബോൾസുകളാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിനനുസരിച്ച് അതിങ്ങനെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചപ്പോൾ ഉണ്ടല്ലോ, ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ, ആ ഒരൊറ്റ നേരം കൊണ്ട് തന്നെ കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനതിൽ കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഞാൻ അതിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. കിസ്മിസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ കുട്ടികൾക്ക് കിസ്മിസ് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കിസ്മിസ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, അതൊക്കെ പെറുക്കിയെടുത്ത് ദൂരെ കളയുന്ന പിള്ളേരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ കുറച്ചേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഞാൻ അവിടുന്ന് മാറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓരോന്നും ഇങ്ങനെ പ്രത്യേകം എടുത്ത് ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നെയ്യ് ചേർക്കുന്നത് കൊണ്ട് തന്നെ അത് ഉണ്ടയാക്കി എടുക്കാനും ഒരു പ്രത്യേക സുഖമായിരുന്നു. അത് കഴിക്കാനും അതിലേറെ സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭയങ്കര സിമ്പിളുമാണ്. ഇനി കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, വേറെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെറുതെ നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ഇതുപോലെ കുറച്ച് അവലുണ്ടെങ്കിൽ അവലുണ്ട ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. ഇന്ന് ഞാൻ ഒരുപാട് വലിയ ക്വാണ്ടിറ്റിയിലൊന്നും അല്ല കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിത് സ്റ്റോർ ചെയ്യാൻ കിട്ടിയില്ല. പിന്നെ പിള്ളേരുള്ള വീട്ടിൽ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ ഉണ്ടാക്കിയ പാടെ അതിപ്പോൾ എന്ത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയ പാടെ തന്നെ അങ്ങനെ തീരും. അതുകൊണ്ട് എനിക്കിത് സ്റ്റോർ ചെയ്യാനൊന്നും കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കിത് കറക്റ്റായിട്ട് എത്ര കാലം ഇരിക്കുമെന്നൊന്നും പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്ര കാലമൊക്കെ ഇരിക്കും എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ അരിയുണ്ട, അവലോസുണ്ടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇരിക്കുന്ന ആ കാലഘട്ടം വരെ ഇതും ഇരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാനത് ഉണ്ടകളൊക്കെ ആക്കി എടുക്കുകയാണ് കേട്ടോ. ചെറിയ ബോൾസായിട്ടാണ് കേട്ടോ സുഹൃത്തുക്കളെ ഉരുട്ടി എടുക്കുന്നത്. പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച നട്ട്സും കിസ്മിസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നെയ്യൊക്കെ ഒഴിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട്, അതായത് നെയ്യും ശർക്കര പാനിയുടെ ഉള്ളിലൊക്കെ ഇട്ടൊന്ന് എടുത്തത് കൊണ്ടൊക്കെ തന്നെ എനിക്കിത് നന്നായിട്ട് തന്നെ, അതായത് ഒട്ടും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ എനിക്ക് ഉരുളകളൊക്കെ ആയിട്ട് ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റിയിട്ടോ. ഞാനിത് 2 ബാച്ചായിട്ട് പൊടിച്ചെടുത്തതാണ്. 2 ബാച്ച് പൊടിച്ചിട്ട് എനിക്ക് ഇത്രയും ഉണ്ടകളാട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ച് കിസ്മിസാണ് ഞാൻ ഇതിന് സ്റ്റഫ് ചെയ്ത് കൊടുത്തോളൂ. കാരണം കിസ്മിസ് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഏകദേശം പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ വന്ന് ചായ എടുക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വ്ളോഗ് എടുക്കുകയാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ സമാധാനിപ്പിച്ചെടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മക്കളെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ അവലുണ്ട എന്ന് പറയുന്ന പ്രോഡക്റ്റ്.
കാണും പോലെ തന്നെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത്. ഇതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വേറെ സ്നാക്ക് ഉണ്ടോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഇതിന് എപ്പോഴും കോമ്പിനേഷനായിട്ട് വേണ്ടത് നമ്മുടെ ബ്ലാക്ക് ടീ ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് പാൽ ചായയേക്കാൾ കുറച്ചും കൂടി കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയത് ബ്ലാക്ക് ടീ തന്നെയാണ്. ഈ പണ്ടത്തെ ആളുകളൊക്കെ അവലൊക്കെ കഴിക്കുന്നത് ഈ ബ്ലാക്ക് ടീയുടെ കൂടെയാണ്. അപ്പോൾ ഞാനും കഴിച്ചേക്കുന്നത് അങ്ങനെയായിട്ട് ബ്ലാക്ക് ടീയുടെ കൂടെ ഇങ്ങനെ അവൽ മുക്കി കഴിക്കും. അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലാക്ക് ടീയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ടീയുടെ കൂടെ കുറച്ച് ജിഞ്ചറും പൊടിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് കടുപ്പൊന്നും ബ്ലാക്ക് ടീയിൽ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റായിട്ട് തേയില ഇട്ടിട്ട് ജിഞ്ചറും കൂടി ഇട്ടിട്ട് ഒന്ന് ബ്ലാക്ക് ടീ എടുക്കണം. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ബ്ലാക്ക് ടീനോടൊന്നും അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുടിക്കണം കണ്ടപ്പോൾ എന്നാൽ ഞങ്ങൾക്കും കൂടി എടുത്തേക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ബ്ലാക്ക് ടീയും കൂടി അവർക്ക് അങ്ങോട്ട് എടുത്ത് കൊടുത്തു. പിന്നെ ഉണ്ടാക്കിയ അവലുണ്ടയും എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ടൈം ഒരു 4:30 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ മഴ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. മഴയില്ലാത്തതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് കേട്ടോ. പകൽ സമയമാണെങ്കിൽ നല്ല വെയിലും ചൂടൊക്കെയാണ്. പിന്നെ ഇടയ്ക്കെങ്ങാനും ചെറിയൊരു മഴ പെയ്താൽ പെയ്തു, അത്രയൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ സമ്മർ സീസണില്ലേ ആ ഒരു പ്രതീതിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കാതിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് വന്നത് ചെറിയൊരു കുക്കിംഗ് വ്ളോഗ് ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.